പരിശുദ്ധ ദേവമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് ജിജു ജോസഫ്. ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കൂത്രപ്പള്ളി ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ എൻ്റെ കുടുംബവുമായി ഏകദേശം 6 വർഷമായി ജർമ്മനിയിലാണ്. ഉടമ്പടിയിൽ കൂടി മാതാവിൻ്റെ മധ്യസ്ഥതയാൽ എൻ്റെ ജീവിതത്തിൽ ലഭിച്ച 2 അനുഗ്രഹങ്ങളുടെ സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2022 ഓഗസ്റ്റിലാണ് ഞാൻ തീർത്ഥാടന ഉടമ്പടി ആദ്യമായി എടുക്കുന്നത്. ആ സമയം ജർമ്മനിയിൽ എൻ്റെ ജോലി നഷ്ടപ്പെട്ടിരുന്നു. ഒക്ടോബർ 31 വരെ എനിക്ക് ജോലി ഉള്ളായിരുന്നു. ആ സമയം എനിക്ക് PR കിട്ടിയിരുന്നില്ല. ജർമ്മനിയിലെ ബ്ലൂ കാർഡ് സ്റ്റാറ്റസിലായിരുന്നു. ബ്ലൂ കാർഡ് സ്റ്റാറ്റസിലാണെങ്കിൽ നമുക്ക് ജോലി നഷ്ടപ്പെട്ടാൽ 3 മാസത്തിനുള്ളിൽ ഒരു ജോലി കിട്ടിയിരിക്കണം. അതല്ലെങ്കിൽ നമ്മൾക്ക് ഫാമിലിയുമായിട്ട് ജർമ്മനിയിൽ നിന്ന് പുറത്തേക്ക് പോവേണ്ടി വരും. ഇവിടെ ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗം ഞാൻ വെച്ചത്, മാതാവേ, നല്ല സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജോലി ചെയ്യാൻ പറ്റുന്ന നല്ല സഹപ്രവർത്തകരുള്ള ഒരു കമ്പനിയിൽ നല്ലൊരു ജോലി തരണമേ എന്നാണ്. ഒക്ടോബർ 15 ഒരു ഫ്രഞ്ച് കമ്പനിയിൽ നിന്നും എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ജോലിയേക്കാൾ മെച്ചപ്പെട്ട ശമ്പളമുള്ള ഒരു ജോലി ലഭിക്കുകയും നവംബർ 1 തന്നെ ഞാൻ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഇപ്പോൾ 2 വർഷം പൂർത്തിയാക്കുന്നു. ഏറ്റവും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി നല്ല സഹപ്രവർത്തകരോടൊപ്പം അവിടെ ഞാൻ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ മകൻ്റെ ഒരു സ്കൂൾ അഡ്മിഷൻ്റെ പ്രശ്നമായിരുന്നു. മകൻ ഏകദേശം 7.5 വയസ്സുള്ളപ്പോഴാണ് ജർമ്മനിയിൽ എത്തുന്നത്. അവന് ജർമ്മൻ ഭാഷ പഠിക്കാൻ ആദ്യം അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറമെ കൊറോണ കാലത്ത് സ്കൂളുകൾ അടച്ചിടുകയും ഓൺലൈനൊക്കെ ആയപ്പോൾ അവന് ജർമ്മൻ അല്പം വീക്കായി. അത് കാരണം 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഞങ്ങൾ ആഗ്രഹിച്ച സ്കൂളിൽ അവന് അഡ്മിഷൻ കിട്ടിയില്ല. അല്പം മാറി മറ്റൊരു സ്കൂളിലാണ് കിട്ടിയത്. അവിടെ അവന് അല്പം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, അല്പമെല്ലാം നല്ല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ക്ലാസ്സിൽ അവൻ ടോപ്പായിരുന്നെങ്കിലും ഞങ്ങളെപ്പോഴും ആഗ്രഹിച്ചു ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഈ സ്കൂളിലേക്ക് അവൻ അഡ്മിഷൻ കിട്ടണമേ എന്ന്. 5ാം ക്ലാസ് അവസാനിച്ചു, കിട്ടിയില്ല. 6ാം ക്ലാസ് അവസാനിച്ചു, ക്ലാസ്സിൽ എല്ലാത്തിനും അവൻ ടോപ്പാണ്. പക്ഷേ സ്റ്റിൽ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂൾക്കാർ അവർ ഇപ്പോഴേക്ക് ഒരു NOC അല്ലെങ്കിൽ ജർമ്മനിൽ എംഫെയിലുങ് എന്ന് പറയും, റെക്കമെൻഡേഷൻ ലെറ്റർ അവർ തരാൻ തയ്യാറായിരുന്നില്ല. ഞാനും കുടുംബവും ഉടമ്പടിയിൽ പരിപൂർണ്ണ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഓരോ പാടുള്ള എക്സാമിന് മകൻ പോകുമ്പോൾ അവൻ്റെ നെറ്റിയിൽ തൈലം പുരട്ടുകയും അവൻ്റെ കൈവശം അല്പം ഉപ്പ് കൊടുത്തു വിടുകയും ചെയ്യും. അവനത് പരീക്ഷകൾ പാടുള്ള, അതായത് ജർമ്മനാണ് അവന് ഏറ്റവും പാടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള എക്സാമുകൾ എഴുതുമ്പോൾ അവൻ ആ ഉപ്പ് ആ പേപ്പറിൽ അല്പം വിതറും. അവനെ അങ്ങനെ പറഞ്ഞു വിട്ടു. മകൻ നല്ല മാർക്ക് തന്നെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ കിട്ടി. ടോപ്പ് 2 സ്റ്റുഡൻസിൽ ഉണ്ട്. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോഴും ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെ അതിനിരിക്കുകയാണ്. സ്കൂളിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് വരും എന്ന് കരുതി. ഒരനക്കവുമില്ല. സ്കൂൾ അടയ്ക്കാൻ 1 മാസം കൂടെയുള്ളൂ. PTA മീറ്റിങ്ങിൽ ഞാൻ സാറിനെ കണ്ട് സംസാരിച്ചു. വളരെ നല്ല അഭിപ്രായമാണ്. അവൻ ക്ലാസ്സിൽ സബ്ജക്ട്സ് മാത്രമല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ അവൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ, എന്നാൽ ഞങ്ങൾക്ക് അവനെ ഷിഫ്റ്റ് ചെയ്തുകൂടെ മറ്റ് സ്കൂളിലേക്ക്? അത് എനിക്ക് സ്കൂൾ മാനേജ്മെൻറ്റിനോട് ചോദിക്കണം. അതിൻ്റെ പുറകിൽ മറ്റൊന്നുമല്ല, നല്ല സ്റ്റുഡൻസിനെ വിട്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. ഞങ്ങൾ ഉടമ്പടിയിൽ ഒരു മുടക്കവും വരുത്തില്ല. പരിപൂർണ്ണ വിശ്വാസത്തോടെ തന്നെ ഞങ്ങൾ ഉറച്ചു പ്രാർത്ഥിച്ചു. അവസാനത്തെ ആഴ്ചയിലും ഒരു റെസ്പോൺസും ഇല്ല. ഞാൻ അവൻ്റെ സാറിനെ, ക്ലാസ് ടീച്ചർക്ക്, ഒരു എഴുത്ത് കൈവശം ഹാൻഡ് റിട്ടൺ എഴുത്ത് കൊടുത്തു വിട്ടു. ആ എഴുത്ത് എഴുതി കവറിലാക്കി ഒരല്പം ഉപ്പ് എഴുത്ത് കവറിനകത്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അത് സാർ മേടിച്ചു, സ്വീകരിച്ചതായിട്ട് അറിയിച്ചു. വീണ്ടും ഒരനക്കവുമില്ല. 2-3 ദിവസം കൂടെയുള്ളൂ സ്കൂളിനെ അടയ്ക്കാൻ. അപ്പോഴും ഒരു റെസ്പോൺസും കിട്ടിയിട്ടില്ല. വീണ്ടും അടുത്ത എഴുത്ത് ഞാൻ ഇതുപോലെ തന്നെ കൊടുത്തു വിട്ടു. ജൂലൈ 12 10:30 അവിടുത്തെ ഈ വർഷത്തെ സ്കൂൾ അധ്യയന വർഷം കഴിഞ്ഞു. ഇനി ഓഗസ്റ്റ് 26 തുറക്കുന്നത്. ജൂലൈ 12 10:30 വരെയോ സ്കൂളുള്ളൂ. 10:25 ഇവൻ്റെ ക്ലാസ് ടീച്ചർ പറഞ്ഞു, ഡാനിയൽ എഴുന്നേൽക്കുക. മകൻ്റെ പേര് ഡാനിയൽ ആൻ്റണി എന്നാണ്. അവൻ എഴുന്നേറ്റ് നിന്നു. അവൻ്റെ സാർ പറഞ്ഞു, ഡാനിയലിനെ സ്കൂൾ മാനേജ്മെൻറ്റ് ഈ പറഞ്ഞ ഞങ്ങൾ ആഗ്രഹിച്ച ഒരു ഗിംനാസ്യം എന്ന് പറയും, അവിടേക്ക് അവനെ റെക്കമെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. പകുതി പിള്ളേർ കൈയടിച്ചു, പകുതി പിള്ളേർ വളരെ സർപ്രൈസ്ഡ് ആയിരുന്നു. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്കൂൾ അഡ്മിഷൻ നിസ്സാരമായി തോന്നിയേക്കാം. പക്ഷേ ആ ഒരു 3 വർഷം ഞങ്ങൾ അനുഭവിച്ച വിഷമം ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ പലപ്പോഴും അവനെ മറ്റ് സ്കൂളുകളിലേക്ക് തന്നെ അഡ്മിഷൻ ശ്രമിച്ചിട്ടും പറ്റിയില്ല. കാരണം അവന് അതുപോലെ ഡിഫിക്കൽറ്റീസ് ഉണ്ടായിരുന്നു അവിടെ. ഇത് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ മാത്രം നടന്ന ഒരു സംഭവമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. അതിൽ ഞങ്ങൾക്ക് യാതൊരു അവിശ്വാസവുമില്ല. പല സമയത്തും ഞങ്ങൾ ആ സ്കൂൾ കമ്പൗണ്ടിൽ പോകുമ്പോൾ ഉപ്പ് കൈവശം കരുതുകയും പലപ്പോഴും, മാതാവേ, ഇത് മകൻ്റെ ഈ സ്കൂൾ അവസാന അധ്യയന വർഷമായിരിക്കണമേ, ഞങ്ങൾ ആഗ്രഹിക്കാൻ ഞങ്ങളുടെ വീടിൻ്റെ വാതിക്കലുള്ള സ്കൂളിലേക്ക് അടുത്ത വർഷം കുഞ്ഞിന് കിട്ടണേ എന്ന് പരിപൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഈ 2 അത്ഭുതങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സാധിച്ചു കിട്ടിയത്.
അതുപോലെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ ജർമ്മനിയിലായിരിക്കുന്നതുകൊണ്ട് കുറച്ച് പരിമിതികളുണ്ട്. പക്ഷേ ഞാൻ നാട്ടിലെ നിർത്തനായ കുറച്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും അതുപോലെ ഭവന നിർമ്മാണ സഹായങ്ങൾ, അതുപോലെ വൈദ്യസഹായങ്ങളൊക്കെയും ഈ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ട്, മാതാവേ എനിക്ക് ഇവിടെ ചെയ്യുന്നതിന് പരിമിതിയുണ്ട്, പക്ഷേ ഇത് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പലരെയും ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു വിടുകയും അവർ വന്ന് എടുക്കുകയും അവരുടെ ജീവിതത്തിൽ വളരെ അത്ഭുതങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു വിശ്വാസത്തിൽ ഈ ഉടമ്പടി ഇത് വിശ്വാസത്തിൻ്റെ ഉടമ്പടിയാണ്, വിശുദ്ധിയിലുള്ള ജീവിതത്തിൻ്റെ ഉടമ്പടിയാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് ന്യായമായ ആവശ്യം, അത് എത്ര അസാധ്യമാണെങ്കിലും മാതാവ് നിങ്ങൾക്ക് സാധിച്ച് തന്നിരിക്കും. അതിന് നിങ്ങളുടെ പശ്ചാത്തലമോ നിങ്ങളുടെ വിശ്വാസമോ ഒന്നും ഒരു പ്രതിബന്ധവുമല്ല. ഏറ്റവും മാതാവിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട്, ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കാൻ സാധിച്ചതിലെ അമ്മ മാതാവിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സത്യമായ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു. സങ്കീർത്തനം 145:19. തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു, അവരുടെ നിലവിളി കേട്ട് അവർ രക്ഷിക്കുന്നു. ജിജിച്ചേട്ടൻ പറഞ്ഞത് ജർമ്മനിയിൽ ആ ജോലി നഷ്ടപ്പെട്ട സമയത്ത് അടുത്ത 3 മാസത്തിനുള്ളിൽ അടുത്തൊരു ജോലി ലഭിച്ചിരിക്കണം. അതില്ല എങ്കിൽ ഫാമിലി അടക്കം തിരിച്ചു പോരേണ്ട ഒരു സിറ്റുവേഷൻ വരും. ആ സമയത്ത് ഉടമ്പടി എടുത്തപ്പോൾ സംഭവിക്കുന്നത് അതിനേക്കാൾ നല്ലൊരു ജോലി ലഭിച്ചു, സാലറി കിട്ടുന്ന ഒരു ജോലി ലഭിച്ചു. അതേപോലെ PR എല്ലാം റെഡിയാവുന്നു. അതേപോലെ എൻ്റെ മകൻ്റെ മറ്റൊരു സ്കൂളിലേക്കൊരു അഡ്മിഷൻ അവസാന സമയം അവിടെ റെഡിയാവുകയാണ്. അമ്മ ഇടപെട്ടാൽ, ഒരു കാര്യത്തിൽ അമ്മ മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ചാൽ ആ കാര്യം ഈശോ സ്വീകരിക്കും. നമ്മൾ അത് സ്വീകരിക്കുവാൻ തക്കവിധം നമ്മളെ തന്നെ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അതിനാണ് ഉടമ്പടിയിൽ കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ നമ്മളോട് പറയുന്നത്. കർത്താവിൻ്റെ വചനം വായിച്ച് അതേപോലെ തന്നെ ജീവിതത്തിൽ നമ്മളത് പ്രാവർത്തികമാക്കുമ്പോൾ അമ്മയുടെ മാധ്യസ്ഥത്താൽ അതിവേഗം നമ്മുടെ നിയോഗങ്ങൾ നിറവേറിക്കിട്ടുകയാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.